തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തന്നെയാണ് നമ്മൾ ഇന്ന് ഇലക്ഷൻ ചാനലിൽ പരിശോധിക്കുന്നത്. പ്രചരണ പരിപാടികൾ സമാപിക്കാൻ ഇനി അവിടെ അധിക സമയമില്ല. തമിഴ് മനസ്സുകളെ സ്വാധീനിക്കാനുള്ള അവസാന ശ്രമത്തിലാണ് പാർട്ടികൾ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അവസാന നിമിഷം എന്ത് സംഭവിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം എന്ത് തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കും? പതിറ്റാണ്ടുകളായി തമിഴ്നാട്ടിൽ DMK-യും ADMK-യും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ആ ദ്രാവിഡ ശക്തികൾ തമ്മിലുള്ള ആ ദ്വന്ദ്വ പോരാട്ടത്തിൽ നിന്ന് തമിഴ്നാട് രാഷ്ട്രീയം മാറുമോ? ഇത്തവണ അതിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുമോ? തമിഴക വെട്രിക്കഴകവുമായി രംഗത്തെത്തിയ വിജയ് യുവജന വോട്ടർമാരും അതുപോലെ മാറ്റം ആഗ്രഹിക്കുന്ന വോട്ടർമാരുടെയും ഒക്കെ ശ്രദ്ധ പിടിച്ചുപറ്റുമോ? അവരെ ആകർഷിക്കാൻ വിജയ്ക്ക് കഴിയുമോ? രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പുതിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുമ്പോൾ വിജയ് എന്തു മാറ്റമാണ് തമിഴ്നാട്ടിൽ വരുത്തുക? അവസാനഘട്ട ചോദ്യം ഇതൊക്കെയാണ്. വിജയ് ശരിക്കും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഗണിതം മാറ്റുമോ? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം DMK-യെ ADMK-യെ ബാധിക്കുമോ? അത് ഏതു തരത്തിലായിരിക്കും ബാധിക്കുക? ആരുടെ വോട്ട് ബാങ്കുകൾ തകർക്കും? പ്രചരണ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം ഒരു മൂന്നാം ശക്തിയെ വരവേൽക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സ്വാഗതം, വെൽക്കം ടു ദി ഇലക്ഷൻ ചാനൽ. നമുക്ക് തമിഴ്നാടിലെ നിലവിലെ കക്ഷിനില ലഭ്യമാണ്. നമുക്ക് നിലവിലെ കക്ഷി നില 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്രതിഫലനമാണ് ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിക്കാം. 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ DMK-ക്ക് നമുക്ക് ലഭിക്കുന്ന കണക്കുകളനുസരിച്ച് ഏതാണ്ട് 38% വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ആ 38% വോട്ടുകൾ നേടിയ DMK ആ തെരഞ്ഞെടുപ്പിൽ 133 മണ്ഡലങ്ങളിൽ ആണ് ജയിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം ADMK-ക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് 33.5% വോട്ടുകളാണ്. 33, അതായത് ഈ 5% വോട്ടിൻ്റെ വ്യത്യാസം, 35 മുതൽ 38 വരെയുള്ള ഈ ശതമാനം വോട്ടുകളുടെ വ്യത്യാസത്തിൽ ADMK-ക്ക് വരുന്ന നഷ്ടം, ADMK-ക്ക് 66 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിയുന്നുള്ളൂ എന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 18 സീറ്റുകളിൽ ജയിക്കുന്നു. 4.3% വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കിയത്. പാട്ടാളി മക്കൾ കക്ഷി 5 സ്ഥാനാർത്ഥികൾ അവരുടെ ജയിക്കുന്നു. 3.8% വോട്ട് കരസ്ഥമാക്കിയിരിക്കുന്നു. വിടുതലൈ ചിരുതകൾ എന്ന പാർട്ടി, വിടുതലൈ ചിരുത കക്ഷികൾ 4 സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു. 1% വോട്ടാണ് അവർക്ക് ലഭിക്കുന്നത്. മറ്റ് പല പാർട്ടികളിൽ നിന്നായി 8 പേർ ജയിക്കുന്നു. 4.4% വോട്ട് കരസ്ഥമാക്കുകയും ചെയ്യുന്നു എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തമിഴ്നാട്ടിൽ കാണാൻ കഴിഞ്ഞ ഒരു ചിത്രം. അപ്പം DMK-ക്ക് 38% വോട്ടാണ് അവിടെ സമാഹരിക്കാൻ കഴിഞ്ഞത്. ആ 38% വോട്ട് സമാഹരിക്കുമ്പോഴാണ് DMK-ക്ക് വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം 2016 ADMK-ക്കാണ് 134 സീറ്റുകൾ ലഭിച്ചത്. അന്ന് 41.3% വോട്ട് ADMK-ക്ക് ഉണ്ടായിരുന്നു. DMK-ക്ക് അന്ന് 32% വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ സീറ്റ് നില അപ്പോൾ 89ലേക്ക് ചുരുങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ തമിഴക രാഷ്ട്രീയം എങ്ങനെ നീങ്ങുന്നു എന്ന ചിത്രം എല്ലാവരും ഉറ്റുനോക്കുകയാണ്. തമിഴകത്തിൽ നമുക്ക് കാണാൻ കഴിയും, പ്രചരണം വലിയ തോതിൽ ചൂടുപിടിക്കുകയാണ്. DMK-യും ADMK-യും ആണ് പ്രധാന ശക്തികൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ADMK 178 സീറ്റുകളിൽ മത്സരിക്കുന്നു. DMK 164 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അതുകൂടാതെ 11 മറ്റു പാർട്ടി അംഗങ്ങൾ DMK-യുടെ ചിഹ്നമായ ഉദയസൂര്യനിൽ മത്സരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 175 സ്ഥാനാർത്ഥികൾ ഉദയസൂര്യൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഇപ്പോൾ MDMK നേതാക്കൾ, അതുപോലെ MMK, MJK തുടങ്ങിയ പാർട്ടികളൊക്കെ ഉദയസൂര്യൻ ചിഹ്നത്തിലാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. KMDK ഒക്കെ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളൊക്കെ ഉദയസൂര്യൻ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും BJP അവിടെ 27 സീറ്റുകളിൽ മത്സരിക്കുന്നു. PMK 18 സീറ്റുകളിൽ മത്സരിക്കുന്നു. അങ്ങനെ ഈ ചിത്രമാണ് അവിടെ വ്യക്തമാകുന്നത്. DMK, ADMK എന്ന് പരിചിതമായ 2 പാർട്ടികൾ തമ്മിലുള്ള ഈ പ്രധാന പോരാട്ടം ഏതു തരത്തിലേക്ക് നീങ്ങും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ
കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാരനായി ജോസഫ് വിജയ് എത്തുമ്പോൾ, അത് തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുടെ നായകനായി എത്തുമ്പോൾ അത് എന്ത് മാറ്റമുണ്ടാക്കും എന്നതാണ് ഈ ഇപ്പോൾ നോക്കുന്നത്. മത്സരത്തിനൊരു പുതിയ തീവ്രത കൈവന്നിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഇത് ഒരു അപ്രതീക്ഷിതമായ ഭീഷണിയായി ഉയരുന്നു എന്നതും വ്യക്തമാണ്. പക്ഷേ പല രാഷ്ട്രീയ വിശാരദന്മാരും വ്യക്തമാക്കുന്ന ഒരു കാര്യം, വിജയ് ഒരു സ്പോയിലർ പാർട്ടിയായി, ഒരു സ്പോയിലർ കാൻഡിഡേറ്റായി അവിടെ വരും എന്നതാണ്. അത് ആരെ ഏത് തരത്തിൽ ബാധിക്കും എന്ന് ഇപ്പോൾ കൃത്യമായി പറയാനാകില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഗണ്യമായ ആകാംക്ഷ ജനിപ്പിക്കുന്ന തരത്തിലാണ് വിജയുടെ തുടക്കം മുതലുള്ള പ്രകടനം എന്ന് നമ്മൾ കണ്ടു. ആദ്യ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അനുഭവത്തിൻ്റെ ഒരു അഭാവം വിജയ്ക്ക് ചെറിയ തോതിൽ തിരിച്ചടിയാകുന്നു. പക്ഷേ ഒരു പ്രാരംഭ ആവേശം വലിയ തരംഗം ഉണ്ടാക്കി. പക്ഷേ പിന്നീട് അത് മയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. പാർട്ടി ആശ്രയിക്കുന്നത് രണ്ട് നിർണായക ജനസംഖ്യാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ്. ആ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഈ ആദ്യ വോട്ടർമാർ, കന്നി വോട്ടർമാരാണ്, അതോടൊപ്പം യുവാക്കളാണ്. ഏതായാലും ആദ്യഘട്ടത്തിൽ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ആവേശം ഇപ്പോൾ മങ്ങിയോ എന്ന ഒരു സംശയം ജനിക്കുന്നു. അപ്പോൾ യുവാക്കൾ ആർക്കൊപ്പം എന്നത് ഒരു വലിയ ഘടകമാണ്. DMK-ക്കൊപ്പം യുവാക്കൾ എത്രയുണ്ട്, സ്ത്രീകൾ ആർക്കൊപ്പം നിൽക്കും, അതുപോലെ ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കും എന്ന് ഒരു വലിയ ചോദ്യമാണ് ഈ ദ്രാവിഡ മേഖലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. ഏതായാലും ഈ രണ്ട് ഗ്രൂപ്പിലെയും വോട്ടർമാർക്ക് ദ്രാവിഡ പാർട്ടികളുടെ ഒരു പ്രവർത്തനത്തിൽ ചില ആഴത്തിലുള്ള നിരാശകളുണ്ട് എന്ന് കരുതുന്നവരുണ്ട്. അത് വിജയ്ക്ക് ഗുണം ചെയ്യും എന്ന് കരുതുന്നവരുണ്ട്. വിജയ് ഒരു മാറ്റത്തിൻ്റെ ഏജൻറ്റ് എന്ന തലത്തിൽ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതുന്നവരുണ്ട്. അത് ഇതുവരെ ഒരു രാഷ്ട്രീയ സ്ഥിരീകരണമായി മാറിയിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അതൊരു രാഷ്ട്രീയ സ്ഥിരീകരണമാകും എന്ന് കരുതുന്നവരുണ്ട്. മാറ്റം ആഗ്രഹിക്കുന്നവർ അത് എങ്ങനെ സാക്ഷാത്കരിക്കും എന്ന് കരുതുന്നവർക്ക് ഇതൊരു സുവർണാവസരമാണ് എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അതിനെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ വിജയ്ക്ക് എന്ത് മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നത്, അത് ആരെ ബാധിക്കുമെന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായി വരികയാണ്. തമിഴ്നാട് പ്രധാനമായും സാമൂഹിക സാമ്പത്തിക സൂചികകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ തോതിലുള്ള വികസനം നടന്നു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ താരതമ്യേന മെച്ചപ്പെട്ട ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മുടെ കേന്ദ്ര ഏജൻസികളും ഒക്കെ നടത്തുന്ന ഒരു വിശകലനത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ പുതിയ വോട്ടർമാരിൽ വലിയൊരു വിഭാഗം ഈ അളവുകോൽ ഉപയോഗിച്ചല്ല തമിഴക രാഷ്ട്രീയത്തിൽ അവരുടെ തീരുമാനം എടുക്കുന്നത്. രാഷ്ട്രീയ മുൻഗണനകൾ ഇത്തരം ഡാറ്റകളിലോ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ പ്രകടനങ്ങളിലോ അല്ല, മറ്റു പല ഘടകങ്ങൾ ഒരുപക്ഷെ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട്. ആ വോട്ടുകൾ ആർക്ക്, DMK-ക്ക് എത്രമാത്രം സ്വീകരിക്കാൻ കഴിയും എന്നതൊരു വലിയ ചോദ്യമാണ്. AIDMK-ക്ക് അതിന് എത്രമാത്രം കഴിയും എന്നത് ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ വിജയുടെ ഈ ആദർശപരമായ സിനിമയിലെ ഒരു നായക പദവിയൊക്കെ അതൊരു ബദലായി രാഷ്ട്രീയത്തിൽ വരുമോ എന്ന ഒരു ചോദ്യമുണ്ട്. പക്ഷേ അതൊരു ഉട്ടോപ്യൻ കാഴ്ചപ്പാടാണ് എന്ന് പരിഹസിക്കുന്നവരുണ്ട്. നമുക്ക് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഒരു കാര്യം, സമാനമായ ഒരു സംഭവം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ മക്കൾ നലക്കൂട്ടണി എന്നൊരു മുന്നണി അന്ന് രൂപീകരിക്കപ്പെട്ടു. അത് മരുമലർ ദ്രാവിഡ മുന്നേറ്റ കഴകം, അതുപോലെ വിടുതലൈ ചിരിതകൾ കച്ചി, അതുപോലെ രണ്ട് ഇടതു പാർട്ടികൾ, അവരെല്ലാം ചേർന്ന് ഒരു മുന്നണി അന്ന് രൂപീകരിച്ചു. ആ 4 പാർട്ടികളുടെയും ഒരു സഖ്യം അന്ന് ഭരണവിരുദ്ധ വോട്ടുകൾ വിഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. തുടർന്നാണ് AIDMK-യുടെ വിജയത്തിന് അത് വഴിതെളിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ 2016 അങ്ങനെയാണ് AIDMK-ക്ക് 134 സീറ്റുകൾ കിട്ടുന്നത്, 41% വോട്ടുകളും അവർ സമാഹരിക്കുന്നത് അങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുപോലെ വിജയുടെ ഈ വരവ് നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ഇതുപോലെ മാറ്റുമോ എന്ന് സംശയിക്കുന്നവർ ഉണ്ട്. പുതിയ പാർട്ടിക്ക് മത്സരത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുമോ എന്ന് ആണ് ഇപ്പോൾ പ്രധാനമായും ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇത്തവണ ഈ വിജയുടെ വരവ് അത് DMK-ക്ക് അനുകൂലമാകും എന്ന് ഒരു ചെറിയ വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകന്മാർ കരുതുന്നുണ്ട്. AIDMK അനുകൂലമാകുമെന്ന് മറ്റൊരു വിഭാഗം കരുതുന്നുണ്ട്. DMK-ക്ക് അനുകൂലമാകുന്നു എന്നും അല്ല എന്നുമൊക്കെയുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അത്ര ഉള്ള ഒരു വീക്ഷണം പല കോണുകളിൽ നിന്ന് വരികയാണ്. ഏതായാലും അവിടെ പ്രധാനമായി തിരിച്ചടി നേരിടുന്ന ചില പാർട്ടികളെ പറ്റിയുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അത് ഒരു പ്രധാന പാർട്ടി നാം തമിഴർ കച്ചി എന്ന NTK ആണ്.
സീമാൻ്റെ ഈ NTK അവർ തുടക്കത്തിലൊക്കെ വലിയൊരു ആവേശമായി വന്നിരുന്നെങ്കിലും NTKയുടെ ദൃശ്യത ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞു വരുന്നു എന്നൊരു വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1.4% വോട്ടുകളാണ് അവർക്കുണ്ടായിരുന്നത്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും വലിയ തോതിൽ ഉയർന്ന് വന്നത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ 8.2% ഉയർന്നു എന്നതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് താഴേക്ക് നീങ്ങുന്നു എന്ന് പറയുന്നു. അപ്പോൾ യുവാക്കൾ വലിയ രാഷ്ട്രീയ ആദർശ ഉയർത്തിപ്പിടിക്കുന്നവർ ഒക്കെ അല്ലെങ്കിൽ പുരുഷ വോട്ടർമാരുടെ പിന്തുണയൊക്കെ അവിടെ നിന്നൊക്കെ പോകുന്നു എന്നാണ്. അപ്പോൾ ഇത് ഒരു പക്ഷേ TVKയിലേക്കാണോ പോകുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്തരം ചെറിയ പാർട്ടികളുടെ നിലനിൽപ്പിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ദളിത് കേന്ദ്രീകൃത VCKയും അതുപോലെ വണ്ണിയാർ ആധിപത്യമുള്ള PMKയുമാണ് മറ്റൊരു 2 പ്രമുഖരായ അവിടുത്തെ പാർട്ടികൾ. അപ്പോൾ ആ 2 പാർട്ടികളിൽ നിന്നും വിജയ് അനുകൂലികൾ ധാരാളം ഉണ്ട് എന്ന്, അല്ലെങ്കിൽ അവരുടെ വോട്ട് ബേസിൽ ധാരാളം വിജയ് അനുകൂലികൾ ഉണ്ട് എന്ന് പറയുന്നു. അത് തെരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റമുണ്ടാക്കും എന്നത് മറ്റൊരു ശ്രദ്ധാകേന്ദ്രമാണ്. 2005 ഈ ഇരു പാർട്ടികളിലെ യുവ വോട്ടർമാർ വിജയകാന്തിൻ്റെ ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകത്തിൽ അവർ ചേരുകയും അവർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയുണ്ട്. അപ്പോൾ ഇത്തവണ ആ വോട്ടർമാർ എങ്ങോട്ട് നീങ്ങും എന്ന് എല്ലാവരും അത് ഉറ്റുനോക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മറ്റൊരു പ്രധാന കാര്യം AIADMKയുടെ നിലപാടിനെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ നോക്കിക്കാണും എന്നതാണ് മറ്റൊരു പ്രധാനമായ വിഷയം. AIADMK എങ്ങനെ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.